ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ഞാൻ ഇന്ന് ഫോറക്സ് മാർക്കറ്റിലെ ഗോൾഡിന് സ്കാൽപ്പിംഗ്, അതായത് നമുക്ക് പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും നമുക്ക് ഒരുപാട് നേരം ചാർട്ടിലിരിക്കാതെ നമുക്ക് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് സ്കാൽപ്പിംഗ്. അതും 5 മിനിറ്റ്സിൽ. ഇപ്പോൾ ഫോറക്സിൽ എപ്പോഴും 31 അവർ 4 അവർ ടൈം ഫ്രെയിമാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് തിരിച്ചറിഞ്ഞ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ 5 മിനിറ്റ്സ് ചാർട്ടിലൂടെ നമുക്ക് പെട്ടെന്ന് എൻട്രി കിട്ടും. പക്ഷേ ആ 30 കൂടെ കമ്പയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസ് ഒരുപാട്, ഇപ്പോൾ 5 മിനിറ്റ്സിൽ നിന്ന് വരുന്ന റിവേഴ്സൽ ഒഴിവാക്കാനും പറ്റും, നമുക്ക് കറക്റ്റായിട്ട് എൻട്രി പിക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നത്, ഇതിനകത്ത് ഷോർട്ട് അടിക്കണോ ലോങ് എടുക്കണോ, കുറച്ചുകൂടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണോ, ഇവിടുന്ന് ഈ സിഗ്നൽ അവോയ്ഡ് ചെയ്യണോ എന്നൊക്കെ മനസ്സിലാക്കാൻ 30 കൂടെ കമ്പയർ ചെയ്തിട്ടാണ്. അതൊക്കെ ലൈവായിട്ടും കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് വർക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഗോൾഡിൽ ഇന്ന് നമുക്ക് ടോട്ടൽ തന്നിരിക്കുന്ന 3 ട്രേഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന ബൈയുടെ ഡീറ്റെയിൽസ് ആണ് മെയിലിൽ കൊടുത്തിരിക്കുന്നത്. 12.50 എൻട്രി പോയിന്റ് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിഗ്നൽ നമുക്ക് എടുത്തത് ഇവിടുന്നാണ്. ഇപ്പോൾ ഇവിടെയാണ് കൺഫേമായ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് ഈ പോയിന്റിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. 2866 നമ്മൾ എടുത്തു. അവിടെ നിന്ന് മാർക്കറ്റ് ചെറുതായിട്ട് തിരിച്ച് 70 വരെ നമുക്ക് പോയിട്ടുണ്ട്. ഒരു 4 പോയിന്റോളം നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും എക്സിറ്റ് ചെയ്യാറായിട്ടില്ല. കാരണം ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എൻട്രി എടുക്കേണ്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് കൺഫേം ആയ ശേഷം സപ്പോർട്ട് റെസിസ്റ്റൻസ് പിടിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ സെല്ല് വന്ന ശേഷം ഇവിടെയാണ് കൺഫേം ആയത്. കാരണം കൺഫർമേഷനും ബ്രേക്ക്ഔട്ട് ഇവിടെയാണ് നടന്നത്. ഈ ക്യാൻഡിൽ 2865 നിന്ന് നമ്മൾ ട്രേഡ് എടുത്ത് 60 വരെ 5 പോയിന്റ് ഇറങ്ങി, പിന്നെ തിരിച്ച് കയറി, പിന്നെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ നിന്ന് 58 വരെ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈസിയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. സിഗ്നൽ വന്നാൽ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം അടുത്ത് ഞാൻ ട്രേഡ് എടുക്കാം. റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ മൊമെൻറ്റും കൂടെ നോക്കുക. പെട്ടെന്ന് കൺഫേമായി ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക. കൺഫർമേഷൻ ഡിലേ ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആക്യുറേറ്റ് ആകുകയില്ല. കൺഫർമേഷൻ പെട്ടെന്ന് തന്നെ നടന്നു കഴിഞ്ഞാൽ ആക്യുറസി നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വന്ന ഈ ലാസ്റ്റ് മോർണിംഗിൽ വന്ന ബൈസിക്കിൽ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ കണ്ടിന്യൂഷൻ പോയി ഇവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് അവിടെ നിന്ന് ഇന്നും കട്ട് ചെയ്ത് പിന്നെയും ബ്രേക്ക് ചെയ്ത് കയറി. അപ്പോൾ ലാസ്റ്റ് ഒന്ന് ബ്രേക്ക്ഔട്ടിൽ നിന്നും 2859 നിന്ന് പിന്നെയും പോയിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. 70 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ആ ബ്രേക്ക്ഔട്ട് ലെവൽ നോക്കിയിട്ട് നമുക്ക് അടുത്ത എൻട്രി പിടിക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. അതായത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും സപ്പോർട്ടും നമുക്ക് കണക്കാക്കി എടുക്കാൻ പറ്റും. അതേപോലെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഒക്കെയാണ് നല്ല ബ്രേക്ക്ഔട്ട് ആയിരിക്കും. അപ്പോൾ അവിടെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സോഫ്റ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആക്ച്വലി ആ കളർ കോമ്പിനേഷൻ ആയിട്ട് വൈറ്റ്, അതേപോലെ ഓറഞ്ച്, ബ്ലൂ ഒക്കെ വരുന്ന സൈഡ് വേസ് ആണ്. അപ്പോൾ ആ സൈഡ് വേസ് കണ്ടാൽ നമുക്ക് കറക്റ്റ് തിരിച്ചറിയും. ഇപ്പോൾ എവിടെയാണ് എക്സിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പോൾ ഇത് നമുക്ക് പ്രോഫിറ്റ്, ഇപ്പോൾ ഇതിനകത്ത് അത് മാത്രമല്ല ട്രെൻഡിൽ ഇത് മാർക്കറ്റിൻ്റെ അപ്പ് ഡൗൺസ് ആണ്. ഇത് മാർക്കറ്റിൻ്റെ അപ്പം, അതായത് ഒരു ട്രേഡ് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ട്രേഡ് അടിപൊളി എടുക്കണമെന്ന് ആ ട്രെൻഡ് ലൈൻ മൊമെന്റ് നോക്കിയാലും പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം കണ്ടിന്യൂഷൻ മാർക്കറ്റ് ബൈ തന്നെ കണ്ടിന്യൂ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രഡിക്ഷനേക്കാളും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് പ്രഡിക്ഷൻ നമുക്ക് പറ്റില്ല. കറക്റ്റായിട്ട് ആ ഇൻഡിക്കേഷൻ തരും നമുക്ക് ആ കറക്റ്റ് സമയത്ത്. ഓക്കെ, അത് നമ്മുടെ സോഫ്റ്റിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ലൈവായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. അതായത് സോഫ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതിന് ലൈവായിട്ട് കാണിച്ചിടാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിന്ന് കൊണ്ടുവന്ന സ്കാൽപ്പിംഗ് ആണ്. നമ്മുടെ ഫോറക്സിൻ്റെ എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിം നമ്മൾ 30 ആണ്. ഇപ്പോൾ 30 നോക്കുകയാണെങ്കിൽ ഇന്ന് ബൈ വന്നിട്ടുള്ളൂ, അവിടെ സെൽ തന്നിട്ടില്ല. അപ്പോൾ ആദ്യം വന്ന ബൈ ഒരു 6-7 പോയിന്റ് കയറിയിട്ട് പിന്നെ തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് പിന്നെയും കയറി. കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് സോഫ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യാം. അപ്പം അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.